സത്യമേവ ജയതേ എന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം. ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തെ കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 3 പുതിയ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ അവതരിപ്പിക്കപ്പെട്ട ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരമായും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായും ഭാരതീയ സാക്ഷ്യ അധിനിയം എവിഡൻസ് ആക്ടിന് പകരവുമായാണ് നിലവിൽ വരാൻ പോകുന്നത്. 163 വർഷം പഴക്കമുള്ള ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വരുന്ന ഭാരതീയ ന്യായ സംഹിത ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ നടപടികൾ നിർദ്ദേശിക്കുന്നു. ദേശീയ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്നതും രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവയെ ബാധിക്കുന്നതും ജനങ്ങൾക്ക് ഭീതി ഉളവാക്കുന്നതും സാമ്പത്തിക സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്നതുമായ കുറ്റകൃത്യങ്ങളെ ഈ നിയമം ഭീകരപ്രവർത്തനമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകത്തിനെയും ഈ നിയമം ഗൗരവതരമായ കുറ്റമായിട്ടാണ് നിർവചിക്കുന്നത്. 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വരുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നടപടിക്രമ നിയമങ്ങളിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കൃത്യമായ സമയപരിധിക്കുള്ളിൽ സ്വാഭാവികമായ നീതി ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമം വിഭാവനം ചെയ്യുന്നത്. 90 ദിവസത്തിനുള്ളിൽ അന്വേഷണ പുരോഗതി ഇരയെ അറിയിക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വരുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം ഇലക്ട്രോണിക് തെളിവുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ത്യൻ ക്രിമിനൽ നിയമവ്യവസ്ഥയിൽ കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ 3 നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. സത്യമേവ ജയതേ.